ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മാമ്പഴം കൊണ്ട് നല്ലൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ഒരു ചെറിയ കഷ്ണം, ഒരു 2 പൂളാണ് അതിന് ഞാൻ 3-4 കഷ്ണമാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനെ അരച്ചുകൊണ്ട് വരും കേട്ടോ. ഇത് ഈ കയ്യിൽ ഒരു 3 കൈ മാവ്, അതായത് നമ്മൾ ദോശ ഇഡ്ഡലിയുടെ മാവുണ്ടല്ലോ, ആ മാവാണിത്. ഇനി നമുക്ക് ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം. നമ്മളിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മാവ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 കയ്യിലാണ് ഓർത്തത്, പക്ഷെ 4 കയ്യിലുണ്ട് കേട്ടോ, എനിക്ക് മിസ്റ്റേക്ക് വന്നു. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മളിതിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, കാണാമല്ലോ. ഇനി നമുക്കിത് ഇതിനകത്തിട്ട് ഒഴിക്കാൻ പോകാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഞാൻ ഉപ്പ് നീരാണ് അത് ഈ ജാറിലോട്ട് ഒഴിക്കും. ജാറിൽ കുറച്ച് മാവ് പറ്റി പിടിച്ചിരിപ്പുണ്ട്, അങ്ങനെ കളയാൻ പോകും. അപ്പം ഞാനത് ഒന്നും എടുക്കാം. ഞാൻ ഈ ജാറിൽ കുറച്ച് മാവ് പറ്റി പിടിച്ചിരിപ്പുണ്ട്, അതിലോട്ടാണ് ഉപ്പ് നീര് ഒഴിച്ചത്. അത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. നമുക്ക് കലക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം, ഉപ്പ് മതിയോ എന്നൊക്കെ നോക്കാം. ഇവിടെ മാവ് പോലെ തന്നെയാണ്, കണ്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ നോക്കണം. ഇപ്പം മധുരം കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി മധുരം കൂടി ഇട്ട് ചേർക്കാം. ഇനി ഞാനിവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, എണ്ണ വയ്ക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട് ദോശക്കല്ല്. ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ച് മാവ് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ചുറ്റും ഒരു അല്പം എണ്ണ, ഇങ്ങനെ ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത്, നെയ്യ് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, കാരണം മാമ്പഴം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് പിടിക്കും. അതിനാണ് നെയ്യ് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ചുറ്റുമാണ് ഒഴിക്കണത്. മുകളിലും കൂടെ ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേകട്ടെ, നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡ് മറിച്ച് നോക്കാം. അപ്പം നമ്മൾ മറിച്ചിട്ടതാണിത്. മതി, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. മാമ്പഴ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചമ്മന്തിയുടെ കൂടിയോ അല്ലെങ്കിൽ ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മുളക് ചമ്മന്തി ഉണ്ടല്ലോ, മുളക് മാത്രം ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കണം, അതാണെങ്കിൽ കുറച്ചുകൂടി നല്ല രസമായിരിക്കും കഴിക്കും. ഇതൊന്നുമില്ല, വെറുതെ പഞ്ചസാരയോ തേനോ ഒഴിച്ചാൽ അങ്ങനെയും കഴിക്കാം, ചട്നിയും കുട്ടിയും കഴിക്കാം. ഇതാണ് മാമ്പഴം. കണ്ട, ഈ നല്ല നിറമുള്ള മാമ്പഴമല്ലേ ഇത്. ഈ മാമ്പഴത്തിന് നിറം അനുസരിച്ച് ദോശയ്ക്കും കളർ കിട്ടും. ഇത് അത്ര നല്ല നിറമില്ല, മധുരമുണ്ട്. നല്ല പഴുത്താണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളറും വരും, ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.